റബ്ബർ ബോർഡ് ചെയർമാനായി എൻ ഹരി ചുമതലയേറ്റു. ബോർഡിൽ എക്സിക്യൂട്ടീവ് മെമ്പറായി നിരവധി ക്രിയാത്മക ഇടപെടലുകൾ നടത്തിയതിന്റെ പാരമ്പര്യവുമായാണ് എൻ ഹരി ചെയർമാൻ സ്ഥാനത്തേക്ക് എത്തുന്നത്. ഭാരതത്തെ റബ്ബർ സ്വയം പര്യാപ്ത രാജ്യമാക്കി മാറ്റാൻ പരിശ്രമിക്കുമെന്ന് അദ്ദേഹം പ്രതികരിച്ചു. റബ്ബർ ബോർഡ് ആസ്ഥാനത്ത് ലഭിച്ച വൻ സ്വീകരണത്തോടെ എൻ ഹരി ബോർഡ് ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തു. റബ്ബർ മേഖലയിൽ RPS സംവിധാനം ശക്തിപ്പെടുത്തും. കേന്ദ്ര സർക്കാർ റബ്ബർ ബില്ല് പാസാക്കുന്നതോടെ വിപണിയിലടക്കം റബ്ബർ ബോർഡിന് ഇടപെടാനാകും. ബോർഡ് ചെയർമാന്റെ ചുമതല ഏറ്റെടുത്ത ശേഷം എൻ ഹരി പ്രതികരിച്ചു. അവരുടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ റബ്ബർ ബോർഡുകൂടെ ചേർന്നുകൊണ്ട് അതിന് വിപണി കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതും കൂടെ ചെയ്യണം. അങ്ങനെ അവർക്ക് വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റം ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കും. ഒരൊറ്റ ദിവസം കൊണ്ടല്ല ഞാൻ പറയുന്നത്. മഴ പെയ്ത് കുളിരുണ്ടാകുന്നില്ല, പെട്ടെന്ന് ചെയ്യണമെന്ന് എനിക്ക് സാധിക്കില്ല. അതിനായിട്ടുള്ള നടപടിക്രമങ്ങൾ കർഷകരെ കാണണം, ആളുകളെ കാണണം, ഇതിനൊക്കെ വലിയ സമയമെടുക്കും. ആ ഭാഗത്തൂടെ ചെയ്യും. റബ്ബർ ബോർഡ് എക്സിക്യൂട്ടീവ് മെമ്പർ സ്ഥാനത്തിരിക്കെ കഴിഞ്ഞ 3 വർഷം എൻ ഹരി നടത്തിയ ഇടപെടലുകൾ റബ്ബർ ബോർഡിന് വലിയ ഉണർവേകുന്നവയായിരുന്നു. അദ്ദേഹത്തിന്റെ ഇടപെടലിലാണ് റബ്ബർ ബോർഡിന് 97 പുതിയ തസ്തിക നിയമനാനുമതി ലഭിച്ചത്. ഫീൽഡ് ഓഫീസർമാരെ അടക്കം പുനർനിയമിച്ചു. കേന്ദ്ര ആനുകൂല്യങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ, സംസ്ഥാന സർക്കാരിൽ നിന്നും സബ്സിഡിയും ആനുകൂല്യങ്ങളും കർഷകർക്ക് ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ, കർഷക നയ രൂപീകരണങ്ങളിൽ നടത്തിയ ക്രിയാത്മക പ്രവർത്തനങ്ങൾ, ഇങ്ങനെ റബ്ബർ മേഖലയ്ക്ക് ഉണർവേകുന്ന നിരവധി ഇടപെടലുകളാണ് റബ്ബർ ബോർഡ് എക്സിക്യൂട്ടീവ് മെമ്പറായിരിക്കെ എൻ ഹരി നടത്തിയിട്ടുള്ളത്. BJP മധ്യമേഖല അധ്യക്ഷ ചുമതല വഹിച്ചിരുന്ന അദ്ദേഹം നേരത്തെ BJPയുടെ കോട്ടയം ജില്ലാ അധ്യക്ഷ സ്ഥാനവും വഹിച്ചിട്ടുണ്ട്. നിരവധി പൊതുവിഷയങ്ങളിൽ ഇടപെട്ട് 3 പതിറ്റാണ്ടായി BJPയുടെ ജനകീയ മുഖമാണ് അദ്ദേഹം. പള്ളിക്കത്തോട് സ്വദേശിയായ എൻ ഹരി തെക്കേപ്പറമ്പിൽ നാരായണൻ നായരുടെയും സരസമ്മയുടെയും മകനാണ്. സന്ധ്യയാണ് ഭാര്യ. അമൃത, സമൃദ്ധ എന്നിവരാണ് മക്കൾ. ജനം, കോട്ടയം.